ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മാടായിക്കാവിലേക്കാണ്. ഞാനും അമ്മയും കൂടി പയ്യന്നൂരിൽ നിന്നാണ് മാടായിക്കാവിലേക്ക് യാത്ര പോകുന്നത്. രാവിലെ നേരത്തെ ഇറങ്ങാനായിരുന്നു പ്ലാനെങ്കിലും പിന്നീട് പ്ലാൻ മാറ്റി 8 മണിയോടുകൂടി ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മാടായിക്കാവിലേക്ക് നേരിട്ടുള്ള ബസ് കിട്ടും. അങ്ങനെ ഞങ്ങൾ പഴയ ബസ് സ്റ്റാൻഡിലെത്തി മാടായിക്കാവിലേക്കുള്ള ബസ്സിൽ കയറി. കഷ്ടി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മതി മാടായിക്കാവ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ. അവിടെ ഇറങ്ങി ഞങ്ങൾ നടന്ന് മാടായിക്കാവിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് മാടായിക്കാവിൽ പോകുന്നത്. കുറേ കാലം കണ്ണൂർ പഠിച്ചെങ്കിലും ബാക്കിയുള്ള അമ്പലങ്ങളിലെല്ലാം പോകുമായിരുന്നെങ്കിലും പയ്യന്നൂർക്ക് കല്യാണം കഴിച്ച് വന്നിരുന്നെങ്കിലും മാടായിക്കാവിൽ ഇതുവരെ പോകാൻ സാധിച്ചിരുന്നില്ല. ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ പോയിരുന്നില്ല. അങ്ങനെ മാടായിക്കാവിലെത്തി. ഞങ്ങൾ അവിടെ നിന്ന് വഴിപാടുകൾക്കുള്ള ചീട്ടെല്ലാം എടുത്തു. അകപൂജയും ചരട് പൂജിച്ചതും പുഷ്പാഞ്ജലിയും എല്ലാം ചീട്ടാക്കി. നട അടച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ക്യൂവിൽ വെയിറ്റ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നട തുറന്നു. സുഖമായി അകത്തു കയറി. ആദ്യം ശിവനും പിന്നെ ഭദ്രകാളിയുടെ നടയിലും പോയി നല്ല സുഖമായി പ്രാർത്ഥിച്ചു. നന്നായി പ്രാർത്ഥിച്ചു. വളരെ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു മാടായിക്കാവിൽ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ. എന്തോ എന്നറിയാത്ത ഒരു ശാന്തതയായിരുന്നു അമ്പലത്തിനെങ്ങും ചുറ്റുപാടുമുണ്ടായിരുന്നത്. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ തന്നെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്. മാടായിക്കാവിൽ അമ്മയുടെ അച്ഛനാണ് ആ ശിവൻ എന്നാണ് വിശ്വാസം. എന്നാൽ ആ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നടക്കുകയാണെങ്കിൽ 10-20 മിനിറ്റ് മാടായിപ്പാറയിലൂടെ നടന്നാൽ നമുക്ക് വടുമുകുന്ദ ശിവക്ഷേത്രത്തിൽ എത്താൻ പറ്റുന്നതാണ്. പക്ഷേ നല്ല വെയിലായിരുന്നത് കൊണ്ടും തിരിച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ എത്തേണ്ടത് കൊണ്ടും ഞങ്ങളൊരു ഓട്ടോ എടുക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് മാടായിപ്പാറയുടെ സൈഡിലൂടെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അവിടെയും ശാന്തസുന്ദരമായ അന്തരീക്ഷം, ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ നല്ലവണ്ണം പ്രാർത്ഥിച്ച് അമ്മ പറഞ്ഞു അവിടെ തന്നെയാണ് ഒരു കുളമുള്ളത്, അവിടെയാണ് ദേവിയെ മാടായിക്കാവിൽ അമ്മയുടെ പൂരംകുളി, പ്രസിദ്ധമായ പൂരംകുളി ചടങ്ങ് നടക്കുന്നത് എന്ന്. കണ്ണൂർ സൈഡിലെല്ലാം പൂരംകുളി പ്രധാനമാണല്ലോ. അങ്ങനെ ആ കുളവും കണ്ട് ഞങ്ങൾ തിരിച്ച് വന്നു. എന്തു ചെയ്യണം, തിരിച്ച് നടന്നാലോ എന്ന് ഒരാഗ്രഹം. എന്ത് രസമായിരുന്നെന്നോ മാടായിപ്പാറ കാണാൻ വേണ്ടിയിട്ട്. വെയിലല്ല, ഈവനിങ് സമയമായിരുന്നെങ്കിൽ തീർച്ചയായും ആ കാറ്റത്ത് നടന്നേനെ. പക്ഷേ ഇത് നല്ല വെയിലുള്ള ഉച്ച സമയമായിരുന്നു. ഞങ്ങൾ സമയം നോക്കിയപ്പോൾ 12 മണി ആവാറായിരിക്കുന്നു. 12 മണിക്ക് മാടായിക്കാവിൽ പ്രസാദ ഊട്ട് തുടങ്ങും. എന്നാൽ പിന്നെ പ്രസാദ ഊട്ടും കഴിച്ചിട്ടാവാം മടക്കമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഓട്ടോ വല്ലതും കിട്ടുമോ എന്ന് നോക്കി നിൽക്കുമ്പോൾ അവിടെ വന്നൊരു ഓട്ടോ പോകുന്നുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ അതിൽ കയറി തിരിച്ച് മാടായിക്കാവിലെത്തി. അങ്ങനെ ടോക്കണും എടുത്ത്, ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്, ഫ്രീ ആണ്, എടുത്ത് ഞങ്ങൾ പ്രസാദ ഊട്ടുകൊണ്ട് തിരിച്ച് പയ്യന്നൂരിലേക്ക്. ഒരു 2 മണിയോടുകൂടി ഞങ്ങൾ പയ്യന്നൂർ വീട്ടിലെത്തി. എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം എനിക്കൊരു സ്പെഷ്യലായിരുന്നു. കുറേ കാലമായിട്ട് പോകണമെന്ന് വിചാരിച്ച മാടായിക്കാവ്, മാടായിപ്പാറ, ഇവിടെയെല്ലാം പോകാൻ പറ്റി. ഒറ്റയ്ക്ക് വന്നാലുള്ള സുഖം ഇതാണ്. ഒന്നും ആരെയും നോക്കണ്ട. അമ്മയും അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് ഫുഡ് കഴിക്കാം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകാം, ഇഷ്ടമുള്ളപ്പോൾ വരാം. വളരെ എൻജോയ് ചെയ്ത 2 ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളും. Until next time, see you. Bye.